السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. കാരണമുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ് അവസാനമായി നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി അതേപോലെ തന്നെ കാരണമുള്ള സുന്നത്തിൽപ്പെട്ടതാണ് ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഒരു ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോൾ വന്നാൽ വീട്ടിൽ കയറുന്നതിന് മുമ്പ് ആദ്യം പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ച ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും. കഅബ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വകാന ഇദാ ഖദിമ മിൻ സഫരിൻ ബദഅ ബിൽ മസ്ജിദി ഫയർകഉ ഫീഹി റക്അത്തൈൻ. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ നിന്ന് വന്നാൽ ബദഅ ബിൽ മസ്ജിദ്, ആദ്യം പള്ളിയിൽ നിന്നാണ് തുടങ്ങുക, നേരെ പള്ളിയിലേക്ക് പോകും. ഫയർകഉ ഫീഹി റക്അത്തൈൻ, എന്നിട്ട് പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അതേപോലെ മറ്റൊരു ഹദീസിൽ വന്നത് കാന ലാ യഖ്ദിമു മിൻ സഫരിൻ ഇല്ലാ നഹാറൻ ഫിൽ ദുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ നിന്ന് വരുന്നത് പകലിൽ ളുഹന്റെ സമയത്താണ് അധികം നാട്ടിലേക്ക് എത്തുക. ആ രീതിയിലാണ് യാത്ര ഉണ്ടാവാറുള്ളത്. അങ്ങനെ സൗകര്യപ്പെടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്നല്ലാതെ അങ്ങനെ തന്നെ വേണം എന്നില്ല. അത് നമുക്ക് ഏത് സമയത്താണോ എത്തുന്നത് അതിനനുസരിച്ചാണ്. ഫൈദ ഖാദിമ ബദഅ ബിൽ മസ്ജിദ് ഫസല്ല ഫീഹി റക്അത്തൈനി സുമ്മ ജലസ ഫീഹി. അങ്ങനെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ച് പിന്നീട് അവിടെ ഇരിക്കുമായിരുന്നു. ആളുകൾക്ക് പിന്നെ സംസാരിക്കാനും അതുപോലെ ആളുകളെ കാണാനും വേണ്ടി പള്ളിയിൽ ഇരിക്കുമായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മളെ നാട്ടിൽ തിരിച്ചെത്തിയ ഒരു നന്ദി സൂചകമായിട്ടാണ് ഈ 2 റക്അത്ത് നിസ്കാരം എന്നാണ് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത്. ഇത് വളരെ വിശാലമായ ഹദീസിൽ ജാബിർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇസ്തറ മിന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഈറൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിൽ നിന്ന് ഒരു ഒട്ടകത്തെ വാങ്ങി. ആ സംഭവം ബുഖാരിയിലും മുസ്ലിമിലുമുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ മക്കം ഫത്തഹില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തു, മക്ക വിജയമായി ബന്ധപ്പെട്ട്. അങ്ങനെ മദീനയിലേക്ക് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ എന്റെ ഒട്ടകം വളരെ താമസിച്ചാണ് പോന്നിരുന്നത്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഒട്ടകം പോകുന്നത്. ഞാൻ വളരെ പിന്തി വന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുത്ത് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, യാ ജാബിർ, ജാബിർ എന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്താണ് വിഷയം, നിനക്കെന്താ അത്ര പ്രയാസമുള്ളത്? അപ്പൊ അവിടുന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഒട്ടകം വളരെ താമസിച്ചിട്ടുണ്ട്, അതിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നടക്കാൻ കഴിയണില്ല, അതുകൊണ്ട് ഞാൻ ഏറ്റവും പിന്നിലായതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് ആ ഒട്ടകത്തെ ഒന്ന് പിന്നെ കുത്തുന്ന പോലെ തോണ്ടി, എന്നിട്ട് പറഞ്ഞു ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ഇനി വാഹനത്തിൽ കയറുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വാഹനത്തിൽ കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ഒട്ടകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ബർക്കത്ത് കൊണ്ട് പിന്നീട് ആ ഒട്ടകം വളരെ വേഗത്തിൽ നടക്കാൻ തുടങ്ങിയെന്ന് മാത്രം എല്ലാവരുടെയും മുന്നിലെത്തി. അത്രമാത്രം വേഗത്തിൽ നടക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഇപ്പോ ഒട്ടകം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ ജാബിർ പറഞ്ഞു, ഇപ്പൊ ഒട്ടകം വളരെ നന്നായിട്ടുണ്ട്, അതിന് താങ്കളുടെ പ്രാർത്ഥനയുടെ ബർക്കത്ത് അതിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തബിയ ജമലക്, എന്റെ ഒട്ടകത്തെ നീ വിൽക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു വേറെ ഒട്ടക വാഹനങ്ങളൊന്നുമില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ എങ്ങനെയാണ് ഞാൻ തരൂല എന്ന് പറയാന്നുള്ള നിലക്ക് സമ്മതിച്ചു, ഞാൻ വിൽക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഊഖിയ കൊടുത്തു. ഒരു ഊഖിയ എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണ നാണയം, ഏകദേശം 127 ഗ്രാം വരുന്ന ഒരു സ്വർണ്ണ നാണയത്തിന് ആ ഒട്ടകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങി. പക്ഷെ കച്ചവട സമയത്ത് ഒരു നിബന്ധന വെച്ചു, മദീനയിൽ എത്തുന്നത് വരെ എനിക്ക് ഈ വാഹനത്തിൽ കയറാൻ, അവിടെ എത്തിയിട്ടേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, വാഹനം നിങ്ങളെ ഏൽപ്പിക്കുള്ളൂ എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ നിബന്ധനയോട് കൂടി ഒട്ടകത്ത് വിറ്റു. അങ്ങനെ മദീനയിലെത്തിയ സന്ദർഭത്തില് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാവൻ സഅലബ് ഇബ്നു ഗനമ ചോദിച്ചു, എവിടെ ഒട്ടകം എന്ന് ചോദിച്ചു. അപ്പൊ സംഭവം നടന്നതൊക്കെ പറഞ്ഞു. വഴിയിൽ വെച്ച് കച്ചവടമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തെ കൊടുത്തുകാർ. അപ്പൊ അമ്മാവൻ എന്ത് ചെയ്തു, വളരെ ചീത്ത പറഞ്ഞു, ആകെ ഒരു വാഹനമുള്ളത് വിറ്റിട്ട് നീ എന്താ ചെയ്യാ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തെ വഴക്കു പറഞ്ഞു.
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. പിറ്റേ ദിവസം രാവിലെയാണ് എത്തുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു ഒട്ടകവുമായിട്ട് എന്ത് ചെയ്യണം, നേരെ പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്കാണ്, വീട്ടിലേക്കാണ്. വീടിന്റെ അടുത്താണല്ലോ, രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു അവിടെ എത്തിയപ്പോ ഈ ഒട്ടകത്തെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മദീനയിൽ വേഗം നബിയുടെ അടുത്ത് എത്തുന്നത്. അദ്ദേഹം പറയണ, അങ്ങനെ ഞാൻ പള്ളിയിലെത്തി. പള്ളിയിലെത്തിയ പള്ളിയുടെ വാതിലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ചോദിച്ചു, ഇപ്പോഴാണോ വരുന്നത് ചോദിച്ചു. അതെ, ഞാനിപ്പോ വരികയാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് പറഞ്ഞു, എന്നാൽ ഒട്ടകത്തെ അവിടെ നിർത്തി വദ്ഖുൽ ഫസല്ലി റക്അത്തൈൻ, പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു ജാബിർ റളിയല്ലാഹു അൻഹുവിനോട്. അങ്ങനെ ഞാൻ പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് വന്നു. തിരിച്ചു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പിന്നെ ജാബിറിന് ഒരു ഊക്കിയ സ്വർണം നാണയം കൊടുക്കണം. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു ഊക്കിയ കൊടുത്തു. അങ്ങനെ അത് വാങ്ങിയിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു തിരിച്ചു പോവുകയാണ്. ഒട്ടകത്തെ ഏൽപ്പിച്ചു, പിന്നെ പൈസ വാങ്ങി പോവുകയാണ്. ആ പോകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിറിനെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഞാൻ ഈ ഒരു നാണയത്തിന് വേണ്ടി വില കുറച്ച് നിന്റെ ഒട്ടകത്തെ വാങ്ങി എന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ച് ഈ നാണയവും ഒട്ടകത്തെയും ജാബിറിന് തന്നെ കൊടുത്തു. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ പോയ സന്ദർഭത്തില് അൽ ആൻ യറുദ്ദു അലയ്യൽ ജമൽ, ഇപ്പൊ എനിക്ക് ഒട്ടകത്തെ തിരിച്ചു തരുമായിരിക്കും. ഞാൻ നബിയിൽ നിന്ന് പൈസ വാങ്ങിയതല്ല, ഇനി എനിക്ക് ഒട്ടകം തരിക എന്നുള്ള അതിനേക്കാൾ എനിക്ക് വെറുപ്പുള്ള വേറൊന്നുമില്ല, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദ് ജമലക് വലക സമനുഹു, ആ ഒട്ടകവും അതിന്റെ വിലയും ജാബിറിനുള്ളതാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അദ്ദേഹത്തിന് ധർമ്മം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ധർമ്മം ചെയ്ത പോലെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, വെറുതെ കൊടുത്തു. ഇതാണ് ബുഖാരി മുസ്ലിമിലെ സംഭവം. ഈ സംഭവത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ വന്നത് മദീനയിലെ പള്ളിയിലേക്കാണ്. പള്ളിയിലെത്തിയ ജാബിർ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് നബി പറഞ്ഞു, പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. ഈ ഹദീസാണ് ഇമാം മുസ്ലിമും അതുപോലുള്ള പണ്ഡിതന്മാരൊക്കെ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, വളരെ വിശദമായിട്ട് ഇത് യാത്രയിൽ നിന്ന് തിരിച്ചു വന്നാൽ പിന്നെ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ് എന്നാണ് ഇതിലൂടെ അറിയിക്കുന്നത്. മാത്രമല്ല ഇമാം മുസ്ലിം ഒരു അധ്യായം തന്നെ കൊടുക്കുകയാണ്, ഒരു ബാബു ഇസ്തിഹ്ബാബിർ റക്അത്തൈനി ഫിൽ മസ്ജിദ് ലിമൻ ഖദിമ മിൻ സഫരിൻ ഫീ സഫരി അവ്വല ഖുദൂമിഹി, യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന ആദ്യമായിട്ട് പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കണം. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി പറയാണ്, ഫീഹി ഇസ്തിഹ്ബാബു റക്അത്തൈൻ, ഇതിൽ 2 റക്അത്ത് നിസ്കാരം സുന്നത്താണ് എന്ന് നമുക്ക് അറിയിക്കുന്നുണ്ട്. ഇൻദൽ ഖുദൂമി മിനസ് സഫർ, യാത്രയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് കഴിയുകയാണെങ്കിൽ നമ്മൾ ദൂരയാത്രയ്ക്ക് കഴിഞ്ഞു വരുമ്പോ പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കല് സുന്നത്തായ ഒരു കാരണമുള്ള സുന്നത്ത് നിസ്കാരമാണ്. അതിന് വലിയ പ്രതിഫലമുണ്ട്. അല്ലാമ ഷൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് പറയാണ്, വലം യഹ്ഫൽ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യുസല്ലി നവാഫിൽ ഫിൽ മസ്ജിദ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വെച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാറില്ല. സാധാരണ സുന്നത്തൊക്കെ എവിടെയാണ് നിർവഹിക്കുക? വീട്ടിലാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല നവാഫിൽ ഖാസ്സ ബിൽ മസ്ജിദ്, പള്ളിയുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണെങ്കിൽ മാത്രമേ പള്ളിയിൽ നിർവഹിക്കുള്ളൂ. അതിൽ പെട്ടതാണ് തഹിയ്യത്ത് നിസ്കാരം. അതേപോലെ ഇപ്പൊ ഈ യാത്രയിൽ നിന്ന് കഴിഞ്ഞു വരുമ്പോഴുള്ള നിസ്കാരം അത് പള്ളിയിലാണ് നിർവഹിക്കേണ്ടത്, വീട്ടിലല്ല. അപ്പൊ വീട്ടിലത് സുന്നത്തില്ല. വീട്ടിൽ യാത്ര കഴിഞ്ഞു വന്നുള്ള നിസ്കാരം സുന്നത്തല്ല, അത് പള്ളിയിലാണ്. ഫഇന്നഹു കാന യുസല്ലിഹാ ഫിൽ മസ്ജിദി, ആ നിസ്കാരം നബി പള്ളിയിലാണ് നിർവഹിച്ചിരുന്നത്. മിസ്ല സലാത്തുൽ ഖുദൂം, പിന്നെ അത് യാത്രയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴുള്ള നിസ്കാരം പോലെ. ഇതിന് അദ്ദേഹം പറഞ്ഞു, ഫൽ ഇൻസാനു ഇദാ ഖദിമ ഇലാ ബലദിഹി, ഒരാൾ തന്റെ രാജ്യത്തേക്ക് സ്വദേശത്തേക്ക് തിരിച്ചു വന്നാൽ സുന്നലഹു അൻ യദ്ഖുലൽ മസ്ജിദ്, അവൻ പള്ളിയിൽ കയറൽ സുന്നത്താണ്. ഫയുസല്ലി റക്അത്തൈനി ഖബ്ല അൻ യദ്ഖുലൽ ബൈത്ത്, തന്റെ വീട്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. നബി ചെയ്തിരുന്നത് എന്ന് മാത്രമല്ല, വ അമറ ബിഹി ഐളൻ, നബി അത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ജാബിറിനോട് പറഞ്ഞ ഹദീസ് അതന്നെ അതിൽ പ്രധാനം. കമാ ഫി ഖിസ്സത്തി ജാബിർ ഫി ബൈഅൽ ജമൽ, ഒട്ടകത്തെ കച്ചവടാക്കിയ ആ സംഭവം വിവരിക്കുന്നിടത്ത് ജാബിറിനോട് കൽപ്പിച്ചതുപോലെ നമുക്കും ഇതിൽ പഠിക്കാനുണ്ട്. മാത്രമല്ല അദ്ദേഹം പിന്നെ സ്വദേശത്തേക്ക് തിരിച്ചെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചത് ജാബിറിനോട്, ഹൽ ദഖൽതൽ മസ്ജിദ വസല്ലൈത ഫീഹിന, നീ പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചോ എന്ന് പറഞ്ഞ ആ ചോദ്യം എന്താ അർത്ഥം? നിസ്കരിക്കണം എന്ന് കൂടി അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിസ്കരിച്ചിട്ടില്ല.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉദ്ഖുൽ ഫസല്ലി ഫീഹി, എങ്കിൽ നീ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വാ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ ഇത് നമുക്ക് വളരെയധികം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.